വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, എൽ ഡി ടൈപ്പിസ്റ്റ് പോലുള്ള തസ്തികകളിലേക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the tab that allow you to add animation effect to different object in slides. എന്താണ് ക്വസ്റ്റ്യൻ? The tab that allows you to add animation effects to different object in slides. എന്താ മീൻ ചെയ്യുന്നത്? നമുക്കൊരു സ്ലൈഡ് ഉണ്ട്, സ്ലൈഡിന്റെ ഡിഫറെന്റ് ഒബ്ജക്ട്സും ഉണ്ട്. ആ ഒബ്ജക്ട്സിലേക്ക് എന്ത് വേണം? നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമേഷൻസ് അല്ലെ ആഡ് ആനിമേഷൻസ് ആഡ് ചെയ്യുന്നതിലേക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ടാബ് അലൗസ് യു ടു ആഡ് ആനിമേഷൻ ടു ഡിഫറെന്റ് ഓബ്ജക്ട് ഇൻ സ്ലൈഡ് ഈസ് കോൾഡ്. ഏതാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആനിമേഷൻ, ഓപ്ഷൻ ബി സ്ലൈഡ് ഡിസൈൻ, ഓപ്ഷൻ സി സ്ലൈഡ് ലേഔട്ട് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ആൻസർ എന്താണ്? ആനിമേഷൻ അല്ലേ. നമ്മൾ ഒബ്ജക്ട്സിന് കൊടുക്കുന്നതാണ് അല്ലെ. ഒബ്ജക്ട്സിന് കൊടുക്കുന്ന ഏതിനാണ് നമ്മൾ എന്താ പറയുന്നത്? നമ്മള് ആനിമേഷൻ എഫക്റ്റ് ആണല്ലേ. ഒബ്ജക്റ്റിന് കൊടുക്കുന്നതാണ് ആനിമേഷൻ എഫക്റ്റ്. അതേസമയം നമ്മളൊരു സ്ലൈഡ് എൻ്റർ ചെയ്യുന്നതാണെങ്കിൽ എന്തായിട്ട് മാറും? സ്ലൈഡ് ട്രാൻസിഷൻ ആയിട്ട് മാറും അല്ലേ. സ്ലൈഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ലൈഡ് നമ്മൾ ഏത് ഡിസൈനിലുള്ള സ്ലൈഡ് വേണമെന്നുള്ളത് ഡിസൈൻ ആൻഡ് ലേഔട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഒബ്ജക്റ്റുകൾക്ക് കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ആനിമേഷൻ ആയിട്ട് മാറും. എന്നാൽ സ്ലൈഡ് എൻട്രൻസ് ആകുമ്പോഴത്തേക്കും അതെന്താവും? സ്ലൈഡ് ട്രാൻസിഷൻ ആകും. ശ്രദ്ധിക്കുക, ഈ ആനിമേഷനും ട്രാൻസിഷനും ആണ് എപ്പോഴും എല്ലാവർക്കും മാറിപ്പോകുന്നത്. അതിങ്ങനെ മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ കണ്ടില്ലേ, ആനിമേഷൻ ഒബ്ജക്റ്റിന് ആനിമേഷൻ ആഡ് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം? ആനിമേഷൻ സെലക്ട് ചെയ്യണം. സെറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ആഡ് എ ഹൈപ്പർ ലിങ്ക് ഇൻ യുവർ പ്രസന്റേഷൻ? നമ്മുടെ പ്രസന്റേഷനിലേക്ക് എങ്ങനെ ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാം? ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയൊക്കെ നമുക്ക് ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാം? നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ടല്ലേ. ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+K. അതാണ് നമ്മുടെ എന്താണ് ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. ദെൻ എന്താണ്? ബോത്ത് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്. ഓപ്ഷൻ ബി പറയുന്നത് എന്താ? ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് അല്ലെ. ഹൈപ്പർ ലിങ്ക് നമുക്ക് ഇൻസേർട്ടിൽ പോയിട്ട് ഇൻസേർട്ട് ചെയ്യാം. ദെൻ ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ സി പറയുന്നത് ബോത്ത് എ ആൻഡ് ബി. അതെങ്ങനെയാ? രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും, രണ്ട് രീതിക്കും ചെയ്യാം. ദെൻ ഓപ്ഷൻ ഡി എ ഓൺലി. അതായത് നമുക്ക് Ctrl+K ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണോ? എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം? ഷോർട്ട് കട്ടും നമുക്ക് ചെയ്യാം, നമുക്ക് ടാബുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് അല്ലെ. ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് വേണമെങ്കിലും ചെയ്യാനായിട്ടും സാധിക്കും. സോ അവർ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി അല്ലേ. ഓപ്ഷൻ സി എന്താണ്? ബോത്ത് എ ആൻഡ് ബി. ഹൈപ്പർ ലിങ്ക് നമുക്ക് Ctrl+K എന്നുള്ള ഷോർട്ട് കട്ട് വഴിയും ചെയ്യാം. ഇൻസേർട്ട് ടാബിൽ പോയിട്ട് നമുക്ക് ഹൈപ്പർ ലിങ്ക് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ രണ്ട് രീതിക്ക് നമുക്ക് ചെയ്യാന്നുള്ളത്. നമ്മുടെ ഉത്തരം എന്തായിട്ട് വരും? ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ക്ലിയർ ആണ്? ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വളരെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇത്തരം ക്വസ്റ്റ്യൻ എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമന്റ് ദാറ്റ് ഡയറക്റ്റ് യു ടു ദ ഫസ്റ്റ് സ്ലൈഡ് ഓഫ് ദ പ്രസന്റേഷൻ. എന്താണ്? ഏത് കമന്റ് ആണ്? ദ കമന്റ് ദാറ്റ് ഡയറക്ട്സ് യു ടു ദ ഫസ്റ്റ് സ്ലൈഡ് അല്ലെ. നമ്മളെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് നയിക്കുന്ന കമന്റ്. ഇപ്പൊ നമ്മളൊരു പ്രസന്റേഷൻ ഉണ്ട്. ഇതിപ്പോ ഒരു പ്രസന്റേഷൻ ആണ്. ഇതിലൊരു 10 സ്ലൈഡ് ഉണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു 8ാമത്തെ സ്ലൈഡാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? 1ാമത്തെ സ്ലൈഡിലേക്ക് എത്തണം. അത് നമ്മുടെ പ്രസന്റേഷനിലെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യണം. ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് മൂവ് ഓൺ ചെയ്യണം. അങ്ങനെയുള്ളതിന് ഏത് കമന്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏത് കമന്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ പ്രസന്റേഷൻ ഉണ്ട്. നമ്മുടെ പ്രസന്റേഷനിൽ ഒരു 10-25 സ്ലൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അതിന്റെ ഒരു മിഡ് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിന് എന്ത് വേണം? ഏറ്റവും ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകണം. എങ്കിൽ ഏത് കമന്റ് നമ്മൾ ഉപയോഗിക്കും എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻസ് എ, പേജ് സെറ്റപ്പ്. ഓപ്ഷൻ ബി, കൺട്രോൾ ഹോം. ഓപ്ഷൻ സി, കൺട്രോൾ ആൻഡ് ഓപ്ഷൻ ഡി, ഓൾട്ട് ഹോം. ഏതായിരിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് കമന്റ് ആയിരിക്കും നമുക്ക് ഉപയോഗിക്കുന്നത്? നമുക്ക് എന്താ വേണ്ടേ? ആദ്യത്തെ സ്ലൈഡ് അല്ലേ. നമുക്ക് തുടക്കത്തിൽ പോകണം. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? ഏതായിട്ട് വരും? Ctrl+Home അല്ലേ. അവർ ആൻസർ എന്ന് പറയുന്നത് Ctrl+Home ആയിട്ട് വരും. കൺട്രോൾ ഹോം നമ്മൾ ആലോചിക്കല്ലേ, നമ്മൾ എവിടെ പോലെ ആദ്യം വീടെത്തണം. അപ്പൊ നമ്മളെ ഹോമാണ്. അപ്പൊ തുടക്കത്തിലെ സ്ലൈഡിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? Ctrl+Home എത്തണം. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ വീടാണ്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടായിട്ട് ചിന്തിക്കുക. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയുക കേട്ടോ. നമ്മുടെ വീടാണ് ചിന്തിക്കുക. അപ്പൊ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലം നമ്മളെ വീടാണ്. അപ്പൊ Ctrl+Home ആണ് നമ്മൾ ഏതായിരുന്നാലും തുടക്കത്തിലേക്ക് എത്തുന്നത് അല്ലേ. ഇപ്പൊ വേർഡ് ആണെങ്കിലും ഡോക്യുമെന്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എത്തണമെങ്കിൽ അത് എന്ത് വേണം? Ctrl+Home ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ഓൺ ചെയ്യണം. അപ്പൊ നമ്മൾ ഏത് യൂസ് ചെയ്യും? Ctrl+Home യൂസ് ചെയ്യും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, while drawing a shape using mouse, which is the combination key used to get പെർഫെക്ഷൻ. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, നമ്മൾ എന്താ ഷേപ്പുകൾ ആഡ് ചെയ്യും, വരയ്ക്കുന്നു. നമ്മളെടുത്ത് വെച്ചിട്ട് എന്താ ട്രയാങ്കിൾ വരയ്ക്കാൻ, റെക്ടാങ്കിളോ സ്ക്വയർ, ഏത് ഷേപ്സ് എടുത്ത് സിലിണ്ടർ ഏതെടുത്താലും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മളതൊരു പെർഫെക്റ്റ് ആകും, അല്ലെങ്കിൽ നമ്മളൊരു ലൈൻ തന്നെ ഇരിക്കുന്നു വരയ്ക്കുന്നു, നമ്മളത് ആ ലൈൻ നമുക്ക് എന്താ പെർഫെക്റ്റ് ആയിട്ട്, നമ്മളിപ്പോൾ ഒരു സ്ക്വയർ ലൈൻ മീൻസ് സ്ട്രെയിറ്റ് ലൈൻ എടുത്തു, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീൻസ് മൂവ് ചെയ്ത് നിൽക്കും, അതൊരു കറക്റ്റ് ലൈൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ അത് പെർഫെക്ഷൻ നമുക്കത് ആവശ്യമല്ലേ. ആ പെർഫെക്ഷൻ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് കീ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ വരയ്ക്കുന്നതിനോട് അപ്പോൾ ഏതാണ് മൗസിന്റെ ഒപ്പം നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് നമ്മൾ മോഡിഫൈങ് കീസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഏത് കീ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കുക ഏതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ. കൺട്രോൾ എ, ഓപ്ഷൻ എ കൺട്രോൾ, ഓപ്ഷൻ ബി ഓൾട്ട്, ഓപ്ഷൻ സി ടാബ് ആൻഡ് ഓപ്ഷൻ ഡി ഷിഫ്റ്റ്. ഇതിൽ ഏതായിരിക്കും നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നത്. നമ്മുടെ സ്ക്വയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് പെർഫെക്ഷൻ കിട്ടാൻ പ്രസ് ചെയ്യുന്ന കീ ഏതായിരിക്കും? വിച്ച് ഷേപ്പ്, ഏത് ഷേപ്പാന്ന് അറിയാവോ? ആൻസർ ഷിഫ്റ്റ് ആണ് അല്ലേ. ഷിഫ്റ്റ് കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. എന്തിനാണ്? അതായത് നമ്മളിങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഷിഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ MS Word 2007 the maximum allowed size of any font is. നമുക്ക് എന്താണ് MS വേർഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാക്സിമം ആയിട്ട് നമുക്ക് ഏത് ഫോണ്ട് സൈസ് വരെ എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏത് ഫോണ്ട് സൈസ് വരെ എൻ്റർ ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 1674, ഓപ്ഷൻ സി 1638 ആൻഡ് ഓപ്ഷൻ ഡി 46. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഒന്ന് ഓർത്ത് നോക്കുക. 72 ഉണ്ട് നമുക്ക് അറിയാമെന്നുള്ളൊരു ഓപ്ഷനാണ്. എന്താണ് മാക്സിമം ഒരു ഫോണ്ട് സൈസിന് ഒരു ഓപ്ഷനായിട്ട് തരുന്നതാണ്. ദെൻ 1674 എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ആണോ? അല്ല, നമ്മൾ യൂസ് ചെയ്യാറില്ല. ദെൻ 1638 അത് നമുക്ക് അറിയാവുന്ന ഒരു ഓപ്ഷൻ ആണ്. ദെൻ 46 അത് ഫോണ്ടിന് അകത്തുള്ള ഒരു ഓപ്ഷൻ ആണ്. എന്തായാലും അപ്പൊ നമുക്ക് ഇത് രണ്ടും അല്ല എന്ന് ഉറപ്പിക്കാം. അപ്പൊ മാക്സിമം ഫോണ്ട് സൈസാ ചോദിച്ചിരിക്കുന്നത്, മാക്സിമം അലൗഡ് ഫോണ്ട് സൈസാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏതായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 72 ആണോ 1638 ആണോ? ഇതിൽ ഏതാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മാക്സിമം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഈ പറയുന്ന രണ്ടും മാക്സിമം ആണ്. പക്ഷെ എന്തിന്റെ മാക്സിമം എന്ന് നമുക്ക് തിരിച്ചറിയണം. നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? 1638 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാ? നമുക്ക് മാക്സിമം എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 1638. മാക്സിമം അലൗഡ് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 1638. അപ്പൊ ഞാൻ ഈ 72 പറഞ്ഞു. 72 എന്താണെന്നറിയോ? നമ്മൾ ഡ്രോപ്പ് ഡൗൺ ബോക്സ് എടുത്തു, അതിനകത്തെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഏതാണ്? 72 ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി രണ്ട് ഓപ്ഷൻ ഉണ്ട്. രണ്ടും എന്ത് തന്നെയാണ്? മാക്സിമം ആണ്. രണ്ടും ഉണ്ട്, രണ്ടിലും എന്ത് തന്നെയുണ്ട്? മാക്സിമം എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മളവിടെ മാക്സിമം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന സൈസ് എന്ന് ചോദിച്ചാൽ 1638ഉം നമ്മുടെ ഫോണ്ട് ബോക്സിനകത്തുള്ള മാക്സിമം സൈസ് എന്ന് ചോദിച്ചാൽ അതെന്താണ്? 72ഉം ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Identify the social blogging platform that has partnered with India Post Payment Bank, a division of India Post. ഏതാണ് നമ്മുടെ സോഷ്യൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം? ഏതാണ്? ആരുമായിട്ട് പാർട്ട്ണർ ചെയ്യുന്നു? ഇന്ത്യ പോസ്റ്റിന്റെ ഡിവിഷനായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായിട്ട് പാർട്ട്ണർ ചെയ്തിരിക്കുന്ന സോഷ്യൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? നമ്മുടെ ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ പോസ്റ്റിലേക്ക് വേണ്ടി ഇന്ത്യയുടെ ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പൊ അതിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ യൂട്യൂബ്, ഓപ്ഷൻ ബി കൂ ആപ്പ്, ഓപ്ഷൻ സി ട്വിറ്റർ ആൻഡ് ഓപ്ഷൻ ഡി വാട്സ്ആപ്പ്. ഇന്ത്യയുടേതാണെന്ന് ഞാനൊരു ക്ലൂ പറഞ്ഞു. സോ അപ്പൊ നമുക്ക് ഏതാണെന്ന് ഓർക്കാൻ പറ്റും? നമ്മുടെ യൂട്യൂബും ട്വിറ്ററും വാട്സ്ആപ്പും ഇന്ത്യയുടേതാണോ? അല്ല. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം കൂ ആപ്പാണ് ആൻസർ ആയിട്ട് വരുന്നത്. കൂ ആപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാംഗ്ലൂർ. ഓക്കെ ആണ്? ഏതാണ്? ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായിട്ട് ക്ലബ് ചെയ്തിട്ടുള്ള സോഷ്യൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ആണിത്. ഏത്? ഇന്ത്യ പോസ്റ്റിന്റെ ഡിവിഷനായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന സോഷ്യൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കൂ ആപ്പാണ്. കൂ ആപ്പ് മാറിപ്പോകരുത്, ഇന്ത്യയുടെ തന്നെയാണ് അല്ലെ. ഇന്ത്യ പോസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ആപ്പായ കൂ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ ആണ്? ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ആപ്ലിക്കേഷൻ ദാറ്റ് കമ്പൈൻ ടെക്സ്റ്റ്, ഫോൺ,
ടെക്സ്റ്റ്, സൗണ്ട്, ഗ്രാഫിക്, മോഷൻ, വീഡിയോ ആൻഡ് ഓർ ആനിമേഷൻ. എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണ്, അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ദാറ്റ് കമ്പൈൻ ദ ടെക്സ്റ്റ് കമ്പൈൻ ചെയ്യാം, സൗണ്ട്, then എവിടെയാ ഗ്രാഫിക്സ്, മോഷൻ, വീഡിയോ, ആനിമേഷൻ, ഇതെല്ലാം നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? ഏത് ആപ്ലിക്കേഷനകത്താണടാ? ഒന്ന് ആൻസർ നോക്കിയേ. ഓപ്ഷൻ എ വീഡിയോസ്കേപ്സ്, ഓപ്ഷൻ ബി ആനിമേഷൻ, ഓപ്ഷൻ സി മൾട്ടിമീഡിയ ആൻഡ് ഓപ്ഷൻ ഡി മാക്രോമീഡിയ. ഇതിൽ നമ്മൾ ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? മീൻസ് ഇതെല്ലാം കൂടെ വരണം, ടെക്സ്റ്റ് വരണം, സൗണ്ട് വരണം, ഗ്രാഫിക്സ്, മോഷൻ, ആനിമേഷൻ എഫക്ട്സ് എല്ലാം കൂടെ ചേരുന്നത് ഏതാണ്? ഏത് ആപ്ലിക്കേഷനാണ്? മൾട്ടിമീഡിയ. അവർ ആൻസർ ഈസ് സി. മൾട്ടിമീഡിയ ആണല്ലേ, മൾട്ടിമീഡിയ ഈസ് അവർ ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? ഓർത്താ മതി, മൾട്ടി എന്ന് പറയുമ്പോൾ തന്നെ എന്താ പലതരത്തില്. അപ്പൊ എന്താ ടെക്സ്റ്റ് വരാം, സൗണ്ട് വരാം, ആനിമേഷൻ എഫക്റ്റ് വരാം, ഇങ്ങനെ ഏത് വേണോ വരാം. അതെല്ലാം കൂടെ ചേരുമ്പോൾ മൾട്ടിമീഡിയയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഓർത്താൽ മതി. മൾട്ടി ഓർക്കുമ്പോൾ ഈ പലതര സാധനങ്ങൾ തരുമ്പോൾ തന്നെ ഓർത്താൽ മതി മൾട്ടിയാണ്. സോ അപ്പം നമ്മുടെ ആൻസർ ഇസ് മൾട്ടിമീഡിയ. ഇങ്ങനെയൊക്കെ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്തൊക്കെ പഠിക്കുക, അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇതിൽ ഓഡ് വൺ ഔട്ട് ചെയ്തെന്നാ ചോദിച്ചിരിക്കുന്നത്. കാണുമ്പോൾ എന്താ എല്ലാം ഒരുപോലെ. നോക്കിയേ, ഓപ്ഷൻ എ മൗസ്, കീബോർഡ്, സ്കാനർ, പ്രിന്റർ, സ്വാഭാവികമായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദെൻ ബി നോക്കിയേ, സ്കാനർ, പ്ലോട്ടർ, ജോയ്സ്റ്റിക്, സ്പീക്കർ, യൂഷ്വൽ. ദെൻ സി നോക്കിയേ, മൗസ്, മൈക്രോഫോൺ, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ. ദെൻ ഡി നോക്കിയേ, മൗസ്, മോണിറ്റർ, പ്ലോട്ടർ, പ്രിന്റർ. ഈ 4 തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിൽ എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് ചെയ്യുന്നു ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് മനസ്സിലായി. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ കമ്പൈൻ ചെയ്തൊരു ഓപ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിൽ ഏതാണ് ഇൻപുട്ട് ഏതാണ് ഔട്ട്പുട്ട് എന്ന് അറിഞ്ഞാൽ മാത്രമല്ല ഇതിന്റെ ഓഡ് വൺ ഔട്ട് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഓഡ് വൺ ഔട്ട് ഏതായിരിക്കും? ഇതിന്റെ പ്രത്യേകത എന്താ? മൗസ്, കീബോർഡ്, സ്കാനർ, പ്രിന്റർ. അപ്പൊ ഔട്ട്പുട്ട് വന്നു. സ്കാനർ, പ്ലോട്ടർ, ജോയ്സ്റ്റിക്, സ്പീക്കർ, ഔട്ട്പുട്ട് വന്നു. ദെൻ മൗസ്, മോണിറ്റർ, പ്ലോട്ടർ, പ്രിന്റർ, ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ വന്നു. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? മൗസ്, മൈക്രോഫോൺ, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഇത്രയിൽ എന്തുണ്ട്? ഔട്ട്പുട്ട് ഡിവൈസ് അല്ല, ഇൻപുട്ട് മാത്രമാണ്. സോ എന്താണ്? അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, മൗസ്, മൈക്രോഫോൺ, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മോഡിഫയർ കീ? മോഡിഫയിങ് കീ അല്ലാത്തത് ഏതാണ്? ഇവിടെ മോഡിഫയിങ് കീ എന്താണ്? നമുക്ക് ഏതെങ്കിലും കീ കോമ്പിനേഷന്റെ കൂടെ ഏതെങ്കിലും കീയുടെ കൂടെ കോമ്പിനേഷൻ കീ ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യൽ ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ പറ്റുന്ന കീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡിഫയിങ് കീസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ Ctrl+V, അതെന്താ ഒരു മോഡിഫയിങ് കീ ആണ്. അതെന്താ? നമ്മൾ വി പേസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു, കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വി പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫ്യൂച്ചർ കിട്ടും. അതാണ് ഇങ്ങനെ മീൻസ് നമുക്ക് ചെയ്യാൻ ഒരു സ്പെഷ്യൽ കീ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ പറ്റുന്ന കീസിനെയാണ് നമ്മൾ എന്താ പറയുക? മോഡിഫയിങ് കീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് മോഡിഫയർ കീ അല്ലാത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ പേജ് അപ്പ്, ഓപ്ഷൻ ബി കൺട്രോൾ, ഓപ്ഷൻ സി ഷിഫ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾട്ട്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോക്കിയടെ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് മോഡിഫയിങ് അല്ലാത്തത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ കീബോർഡ് പഠിക്കുമ്പോൾ തന്നെ നാവിഗേഷനും എന്താ പറയുക, നാവിഗേഷൻ പഠിക്കുന്നുണ്ട്, ക്യാരക്ടർ കീസ് പഠിക്കുന്നുണ്ട്, നോൺ ക്യാരക്ടർ കീസ് പഠിക്കുന്നുണ്ട്, ദെൻ ഏതാണ് മോഡിഫയിങ് കീസ് പഠിക്കുന്നുണ്ട്, നമ്പർ കീസ് പഠിക്കുന്നുണ്ട്, ഫംഗ്ഷൻസ് കീസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് മോഡിഫയിങ് കീ അല്ലാത്തത് പേജ് അപ്പ്. കാരണം എന്താ? പേജ് അപ്പ് എന്ന് പറയുന്നത് ഒരു നാവിഗേഷൻ കീ ആണ്. ബാക്കി കൺട്രോൾ, ഓൾട്ട്, ഷിഫ്റ്റ് ഒക്കെ നമ്മൾ പ്രസ് ചെയ്തിട്ട് അടുത്തടുത്ത ഫംഗ്ഷൻസിന് വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിന് വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. എന്നാൽ പേജ് അപ്പ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രസ് ചെയ്യുന്നത് എന്തിനാണ്? വേറെ എന്തെങ്കിലും മീൻസ് പേജ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താ? നാവിഗേഷൻ കീ ആണ്. അതേസമയം കൺട്രോൾ മാത്രം പ്രസ് ചെയ്താൽ അല്ലെങ്കിൽ ഷിഫ്റ്റ് മാത്രം ഓൾട്ട് മാത്രം പ്രസ് ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ? പക്ഷെ അതിൻ്റെ ഒരു കീ കോമ്പിനേഷൻ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും അവൈലബിൾ ആവും. സോ അവർ ആൻസർ ഈസ് പേജ് അപ്പ്. ഓഡ് വൺ ഏതെന്ന് ചോദിച്ചാൽ മറ്റേത് ഓൾട്ടും കൺട്രോളും ഷിഫ്റ്റും മോഡിഫയർ ആണ്. എന്നാൽ പേജ് അപ്പ് എന്ന് പറയുന്നത് നാവിഗേഷൻ കീ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഡു യു മീൻ ബൈ സ്ട്രിപ്പിംഗ്? സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത് എന്താണെന്നാ ക്വസ്റ്റ്യൻ. ഇതെന്ന് പറയുന്ന ഹാർഡ് ഡിസ്കിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചുകൂടി നമ്മൾ ഇൻഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്കിത് മീൻസ് തലയിൽ നിൽക്കത്തുള്ളൂ. അത് കുറച്ചുകൂടി ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ ചോദിക്കും. അത് മീൻസ് നോർമൽ നമ്മളെ ലെവലിൽ ചോദിക്കില്ല എന്നല്ല. നമ്മൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ LD typist ഒക്കെ ആകുമ്പോൾ എന്താണ് കമ്പ്യൂട്ടറിന്റെ എല്ലാ പോർഷൻസും അറിഞ്ഞിരിക്കണം എന്നാണ്. അപ്പം നമ്മൾ ചോദിക്കില്ല എന്നല്ല, ചോദിക്കാം.
എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മളെന്താ ഏത് ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യാൻ എലിജിബിൾ ആയിരിക്കണം, മീൻസ് കേപ്പബിൾ ആയിരിക്കണം. സോ നമ്മുടെ ആൻസർ നമ്മൾ ഇത് ഹാർഡ് ഡിസ്ക് ആയിരുന്നാലും നമ്മൾ എടുത്തു വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നോക്കിയേ, എന്താണ് സ്ട്രിപ്പിംഗ് എന്ന ചോദ്യം. പാർട്ടീഷനിങ് ഓഫ് എ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഒന്നാമത്തത്. 2, പാർട്ടീഷനിങ് എ ഫയൽ ഇൻ ടു സ്മോൾ പാർട്സ് ആൻഡ് സ്റ്റോറിങ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡിവൈസ്. എന്ത് ചെയ്യുക, ഫയൽസിനെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പാർട്സുകളായിട്ട് പല പല ഡിവൈസിൽ സേവ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, ഡിവൈഡിങ് എ പ്രോസസ് ഇൻ ടു ഡിഫറെൻറ്റ് ടാസ്ക് ടു ഇംപ്രൂവ് എഫിഷ്യൻസി. ടാസ്കിനെ എന്താ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന്, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിലേക്കാണ്. ആണോ? ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 3 only ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് 2 and 3 only. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഓർത്ത് നോക്കി, എന്തായിരിക്കും അറിയാൻ പറ്റുമോ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2 only ആണ്. കാര്യം എന്താണ്, പാർട്ടീഷൻ ചെയ്യുന്നു, പാർട്ടീഷനിങ് എ ഫയൽ ഇൻറ്റു സ്മോളർ പാർട്സ് അല്ലേ, സ്മോളർ പാർട്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പലയിടത്തായിട്ട് സ്റ്റോർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പം നമ്മൾ ഹാർഡ് ഡിസ്ക് സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യും. നമ്മൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താ, സെക്കൻഡറി ആണല്ലേ. അപ്പം നമുക്ക് ഡേറ്റാസ് സ്പീഡായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് സ്മോൾ പാർട്ടായിട്ട് ആക്കിയിട്ട് അത് പലയിടത്തായിട്ട് സേവ് ചെയ്യുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ ബി എന്താണ്, പാർട്ടീഷനിങ് എ സ്മോൾ ഫയൽ ഇൻ ടു സ്മോളർ പാർട്സ് ആൻഡ് സ്റ്റോറിങ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡിവൈസ്. ഓക്കെ ആണ്, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല? ഓപ്ഷൻ എ കമ്പൈലർ, ഓപ്ഷൻ ബി ഇന്റർപ്രറ്റർ, ഓപ്ഷൻ സി അസംബ്ലർ ആൻഡ് ഓപ്ഷൻ ഡി പേജ് മേക്കർ. അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിക്കുന്നതാണല്ലേ ഇതൊക്കെ, നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? കമ്പൈലർ, ഇതൊക്കെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണല്ലേ, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ഒക്കെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും ഇടാ? ഓപ്ഷൻ ഡി പേജ് മേക്കർ ആണ്. പേജ് മേക്കർ എന്താണ്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലെ, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ അത് പേജ് മേക്കർ എന്ന് പറയുന്നത് എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ ആണ്? ഓഡ് ഓൺ ഔട്ടാ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ സാധനങ്ങളുടെയൊക്കെ പേര് പഠിച്ചു വെച്ചിരുന്നാൽ, അല്ലെ ഓരോ ആപ്ലിക്കേഷൻ്റെ സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ പേര് അല്ലെങ്കിൽ പഠിച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, W3C എന്താ? W3C വേൾഡ് വൈഡ് വെബ് Consortium. So the main international standard organization for World Wide Web was founded on അല്ലെ. ജനറൽ IT നമ്മളെല്ലാം ചോദിക്കാം അല്ലെ, ഏത് വേണോ ചോദിക്കാം, നമുക്ക് ഫൗണ്ടർ ചോദിക്കാം, ഫൗണ്ട് ചെയ്ത ഡേറ്റ് ആൻഡ് ഇയേഴ്സ് ചോദിക്കാം, ഏത് വേണോ ചോദ്യം വരാം. സോ ഇതിന് നമ്മുടെ ആൻസർ ഏതായിട്ട് വരും? ഒന്ന് നോക്കിയേ. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം നിലവിൽ വന്നത് എപ്പോൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്നാണെടാ ആൻസർ നോക്കിയേ. ഓപ്ഷൻ എ October 1st, 1994 ആണോ? ഓപ്ഷൻ ബി October 10, 1994. Then ഓപ്ഷൻ സി October 1st, 1993. Then October 10, 1993. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്? നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആൻസർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അവർ ആൻസർ ഈസ് 1st October 1994 ആണ്. 1st October 1994 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് നോക്കി, അത് ഫൗണ്ട് ചെയ്ത വർഷമാണ്. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ഫൗണ്ട് ചെയ്ത ഇയർ ഏതെന്ന് ചോദിച്ചാൽ 1st October 1994 ആണ്. സോ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് 10 തന്നു, അതേപോലെ 94 തന്നു. സോ എല്ലാം നമ്മൾ കൃത്യമായിട്ട് അത് ഒന്നാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലിയർ ആയി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the serial port standard used in communication. കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സീരിയൽ പോർട്ട് ഏതാണെന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ RS-232C, ഓപ്ഷൻ ബി RS-485, ഓപ്ഷൻ സി UART ആൻഡ് ഓപ്ഷൻ സി TCP/IP. ഏതാണടാ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ RS-232C എന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാരൽ പീരിയഡ് പോർട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെപ്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് പോർട്സ് ഒക്കെ. അപ്പോൾ അത് നമ്മുടെ കൂടുതൽ ക്ലാസ് അറിയുന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ സഹകാരിയുടെ ക്ലാസ് കയറി കാണുക കേട്ടോ. മീൻ എന്താ ക്ലാസ് നമ്മൾ പർച്ചേസ് ചെയ്യുക, കാണുക. LD ടൈപ്പിസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ, ലൈവ് സെക്ഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. സോ എല്ലാവരും അതിലേക്കൊന്ന് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ സെർച്ച് എഞ്ചിൻ ഫ്രം ദ ഫോളോയിങ്. ഇത് സെർച്ച് എഞ്ചിൻ ഏതാന്ന് കണ്ടുപിടിക്കുക. ഏതാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് എഞ്ചിൻ അറിയണം അല്ലേ.
ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കിയേ? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ക്രോം, യാഹു, ക്രോമിയം. 4 തന്നിട്ടുണ്ട്. ഇതിലേതാണെന്നാ ചോദ്യം. ഏതാണ് അതിൻ്റെ സെർച്ച് എഞ്ചിൻ ഏതാണ്? നമ്മുടെ ആൻസർ യാഹു. യാഹു ആണ് നമ്മുടെ സെർച്ച് എഞ്ചിൻ. യാഹു, ബിങ് ഒക്കെയാണ് സെർച്ച് എഞ്ചിൻ അല്ലേ. നമുക്കൊരു ലിസ്റ്റ് ഓഫ് സെർച്ച് എഞ്ചിൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറും ക്രോമും എന്താണ്? അത് വെബ് ബ്രൗസേഴ്സ് ആണ്. വെബ് ബ്രൗസേഴ്സ് ആണ് ഇന്റർനെറ്റും ക്രോം. ഇന്റർനെറ്റ് ഐയും ക്രോം എന്നൊക്കെ പറയുന്ന വെബ് ബ്രൗസേഴ്സും യാഹു എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനുമാണ്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ വാലിഡ് എൻകോഡിംഗ് ഫോർമാറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിലായി വാലിഡ് ആയിട്ടുള്ള എൻകോഡിംഗ് ഫോർമാറ്റ് ആണ്. UTF എന്ന് പറഞ്ഞത് യൂണിക്കോഡ് ട്രാൻസ്ഫർമേഷൻ ഫോർമാറ്റ് ആണ്. യൂണിക്കോഡ് ട്രാൻസ്ഫർമേഷൻ ഫോർമാറ്റ് 12, UTF 16, UTF 2 ആൻഡ് ഓൾ ഓഫ് ദിസ്. ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാണ്. ഇത് നമ്മൾ യൂണിക്കോഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ യൂണിക്കോഡ് യൂസ് ചെയ്യുമ്പോഴേ യൂണിക്കോഡിൻ്റെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള എൻകോഡിംഗ് ഫോർമാറ്റ് ഏതെന്നാണ് ചോദിച്ചത്. യൂണിക്കോഡിന് എത്ര വാലിഡ് ആയിട്ടുള്ളതുണ്ട്? നമുക്ക് UTF 8 ഉണ്ട്, 16 ഉണ്ട്, 32 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, UTF 16. യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷൻ ഫോർമാറ്റ് 16 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കാര്യം നമുക്ക് ഈ 3 യൂണിക്കോഡ്സ് ആണുള്ളത്. ഈ UTF 32 എന്ന് പറയുന്നത് നമ്മൾ എപ്സിഡിക് എന്നും പറയും കേട്ടോ. UTF എപ്സിഡിക് എന്നും പറഞ്ഞാലും എന്ത് തന്നെയാണ്? 32 മീൻസ് UTF 32 ആണ്. കാരണം നമ്മുടെ ഒരു ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് നമ്മളെ ലാസ്റ്റത്തെ LD ടൈപ്പിസ് ക്വസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റിനാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ചോദിച്ചതാണ്. എപ്സിഡി ഓഡ് വൺ ഔട്ട് ചോദിച്ചിട്ട് 64 തന്നു, 12 മീൻസ് 16 തന്നു, 32 തന്നില്ല. പകരം എന്താ തന്നെ? എപ്സിഡിക്ക് തന്നു. എപ്സിഡിക്ക് തന്നപ്പോൾ എന്താ എല്ലാവരെയും കൺഫ്യൂസ്. അപ്പോൾ എപ്സിഡിക്ക് എന്ന് പറയുന്നത് UTF 32 ആണെന്ന് അറിയുക. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The rich text editor and word processor facility available with Windows from Windows 95. നമ്മളെ വിൻഡോസ് കൃത്യമായിട്ട് പഠിച്ചാലേ വിൻഡോസ് 95 ഏത് വേർഷനാണ് ഉണ്ടായിരുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ. വിൻഡോസ് 95 ഉണ്ടായിരുന്ന ഫെസിലിറ്റി ഏതാ? റിച്ച് ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് വേർഡ് പ്രോസസിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള വേർഡ് പ്രോസസിംഗ് ഫെസിലിറ്റി ഏതെന്നാ ചോദ്യം. ഓപ്ഷൻ എ നോട്ട് പാഡ്, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ് വേർഡ്, ഓപ്ഷൻ സി വേർഡ് പാഡ് ആൻഡ് ഓപ്ഷൻ ഡി ഗൂഗിൾ ഡോക്ക്. അപ്പോൾ ഏതാണെന്ന് നോക്കിയേ. വിൻഡോസ് 95 അവൈലബിൾ ആയിട്ടുള്ള റിച്ച് ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് വേർഡ് പ്രോസസിംഗ് ഫെസിലിറ്റി ഏതാണെന്ന ചോദ്യം. ഏതായിരിക്കും? നമുക്ക് നോട്ട് പാഡ് അറിയാം. അതെന്താണ്? റിച്ച് ടെക്സ്റ്റ് എഡിറ്റർ ആണോ? അല്ല. ജസ്റ്റ് എന്താണ്? അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഏത്? നോട്ട് പാഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഏതാണ്? വേർഡ് എന്ന് പറയുന്നത് റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് തന്നെയാണ്, വേർഡ് പ്രോസസർ ആണ്. പക്ഷെ എന്താണ്? ഫുൾ ഫീച്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ് അല്ലേ. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് വേർഡ് എന്ന് പറയുന്നത് ഫുൾ ഫീച്ചേർഡ് ആണ്. സോ അപ്പം നമ്മൾ ഇതുമല്ല ആൻസർ, ഇതല്ല. ദെൻ നെക്സ്റ്റ് ആണ് എന്ത്? വേർഡ് പാഡ് അല്ലേ. 95 അപ്പോൾ വിൻഡോസ് 95 യൂസ് ചെയ്തത് ഏതാണ്? വേർഡ് പാഡ് ആണ്. ബിക്കോസ് എന്താണ്? ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്നത് ഓൺലൈൻ ഡോക്യുമെന്റ് ആണ് അല്ലേ. ഓൺലൈൻ വേർഡ് ഡോക്യുമെന്റ് ആണ് ഗൂഗിൾ ഡോക്ക് എന്ന് പറയും. സോ അവർ ആൻസർ ഈസ് വേർഡ് പാഡ്. വിൻഡോസ് 95 യൂസ് ചെയ്തിട്ടുള്ള റിച്ച് ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് വേർഡ് പ്രോസസിംഗ് ഫെസിലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വേർഡ് പാഡ് ആണ് അല്ലെ. വേർഡ് പാഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ അവർ ആൻസർ ഓപ്ഷൻ സി, വേർഡ് പാഡ്. സെറ്റ് ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് വേൾഡ്സ് ഫസ്റ്റ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഫോർ കമ്പ്യൂട്ടേഴ്സ്? നമ്മുടെ ആന്റിവൈറസ് ഫസ്റ്റ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഫസ്റ്റ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് നോക്കിയ ഓപ്ഷൻ എ നോർട്ടൺ, വെബ് റൂട്ട്, ഓപ്ഷൻ സി റീപ്പർ ആൻഡ് ഓപ്ഷൻ ഡി കാസ്പെർസ്കി. ഇത് 4 എന്ത് തന്നെയാണ്? ആന്റിവൈറസ് തന്നെയാണ് അല്ലേ. അപ്പൊ ശരിക്കും ഇതിൽ ആൻസർ ഏതായിട്ട് വരും? ഇതിന്റെ ആൻസർ ഏതായിട്ട് വരും? ആൻസർ ഏതാടാ? നോർട്ടൺ ആണോ, വെബ് റൂട്ട് ആണോ, റീപ്പർ ആണോ, കാസ്പെർസ്കി ആണോ? ഏതാണ്? റീപ്പർ അല്ലേ. ഫസ്റ്റ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതാണ്? റീപ്പർ. അപ്പൊ ഫസ്റ്റ് വൈറസ് ഏതാണ്? ക്രീപ്പർ. ഫസ്റ്റ് വൈറസ് ക്രീപ്പർ ആൻഡ് ഫസ്റ്റ് ആന്റിവൈറസ് എന്ന് പറയുന്നത് റീപ്പർ ആണ്. റീപ്പർ വൈറസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഐ ലവ് യു, അന്ന ഹൊർണിക്കോവ, സ്റ്റക്നെറ്റ്, ജെറുസലേം. ഇതൊക്കെ എന്താണ്? മെലീസ, സ്റ്റക്നെറ്റ്, ജെറുസലേം. ഇതെല്ലാം വൈറസുകളാണ്. അങ്ങനെയാണെങ്കിൽ ആന്റിവൈറസസ് ഒക്കെയാണ് ഏതെന്ന് പറയുന്നത്? ആവേജി, അവാസ്, പാണ്ട, കാസ്പെർസ്കി, നോർട്ടൺ, വെബ് റൂട്ട് എല്ലാം എന്ത് തന്നെയാണ്? ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളാണ്. അപ്പം നമ്മൾ വൈറസ് ആൻഡ് ആന്റിവൈറസ് സോഫ്റ്റ്വെയറുടെ പേരുകൾ കൃത്യമായി പഠിച്ചിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇതുപോലെ വൈറസ് ആണോ ആന്റിവൈറസ് ആണോ തിരിച്ചറിയാൻ പറ്റൂ. അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ആൻഡ് വെബ് ബ്രൗസർ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ പേരുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
ക്ലിയർ ആണ്? നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പുതിയ സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ ബൈ.